ഈ അടുത്ത സമയത്താണ് ഒരു ട്രെയിൻ അപകടത്തിൽ 17 പേർ മരണപ്പെട്ടത്. അതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് മറ്റൊരു അപകടത്തിൽ 10 പേർ മരണപ്പെട്ടു. ഇന്ത്യയിൽ ശരാശരി ഒരു വർഷം 80 പേരാണ് ട്രെയിൻ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. എന്നാൽ ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ 0.8% ഒക്കെയാണ് ആനുവൽ റേറ്റ്. ഇവിടെ ഇത്രമേൽ ഈ അപകടങ്ങളുണ്ടാക്കി വളരെ അഭിമാനത്തോടെയും വളരെ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഐഡിയോളജിയുമൊക്കെയായി നമ്മൾ പഠിച്ചിരുന്ന റെയിൽവേയെ ഇങ്ങനെ ബെടക്കാക്കി ആർക്ക് വിൽക്കാനാണ്? എന്താണ് അതിലൊരു നടപടി ഉണ്ടാകാത്തത്? എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങളുള്ള അതിനുള്ള മാർഗങ്ങളും സാമ്പത്തികവും അതിൻ്റെ ചെലവുമൊക്കെ നോക്കുമ്പോൾ വളരെ പരിമിതമാണെങ്കിലും അനുമതി നൽകാതെയും കെടുകാര്യസ്ഥതയും മുക്കി റെയിൽവേയെ തകർക്കുന്നത് ആർക്കോ വേണ്ടി വിൽക്കാനല്ലേ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഉപന്യാസം എഴുതിയിട്ടുള്ള വിഷയമാണ് ഇന്ത്യൻ റെയിൽവേ എങ്ങനെ ദേശീയോദ്ഗ്രഥനത്തിന് വഴിതെളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിലെ ലെങ്തിലും ബ്രെഡ്ത്തിലും ട്രെയിനുകൾ ഓടുന്നതിൻ്റെ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു ഐഡിയോളജിയുടെ പ്രസക്തിയെക്കുറിച്ചൊക്കെ എഴുതാറുണ്ട്. എന്നാൽ ഇന്ന് പല സ്ഥാപനങ്ങളും ബഹുരാഷ്ട്ര കുത്തകകൾക്ക് പ്രധാനമന്ത്രിയുടെ ഉറ്റ മിത്രങ്ങൾക്ക് വിൽക്കുന്ന പ്രവണതയുള്ളപ്പോൾ ഇത് ആർക്കോ വേണ്ടി വിൽക്കാനാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷിതത്വം ഒരുക്കാൻ കഴിയുന്ന കവച് എന്ന് പറയുന്ന ഒരു സംവിധാനം ലോക്കോ പൈലറ്റുമാരെ സഹായിക്കുന്ന, അഥവാ അവരിൽ എന്തെങ്കിലും അശ്രദ്ധയോ അല്ലെങ്കിൽ ചെറിയ ന്യൂനതയോ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് കഴിയുമെങ്കിലും അത് കെടുകാര്യസ്ഥതയിലും സമയബന്ധിതമായി ചെയ്യാതെയും ഇതിനെ ഒരുതരം പ്രശ്നങ്ങളിലാക്കി വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് സംശയിച്ചാൽ യാതൊരു കുറ്റവും പറയാനാവില്ല അവരെ. കാരണം കവച് എന്ന് പറയുന്ന ഒരു സംവിധാനം റെയിൽവേ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു കൊളിഷൻ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ഓട്ടോമാറ്റിക്കായി ഓരോ ട്രെയിനിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ കവച് എന്ന് പറയുന്നത്. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് RFID എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ പ്രത്യേകത. അത് 3 തരത്തിലാണ് ആ ഉപകരണങ്ങൾ ഈ ട്രെയിനിൽ ഘടിപ്പിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ ട്രാക്കുകളിൽ ഘടിപ്പിക്കുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, അത് ട്രാക്കിലാണ് ഘടിപ്പിക്കുന്നത്. രണ്ടാമതായി ഒരു കമ്പ്യൂട്ടർ ബന്ധിതമായ അത് റീഡ് ചെയ്യുന്ന ഒരു സംവിധാനം എൻജിനിൽ വേണം. മൂന്നാമതായി ഒരു ബ്രേക്ക് ഇൻ്റർഫേസ്, അഥവാ ഈ പറയുന്ന ഒരു നെഗറ്റീവ് സിഗ്നൽ വന്നാൽ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ ഒരു വേരിയേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു ബ്രേക്ക് ഇൻ്റർഫേസ് സംവിധാനവും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഈ സംഗതികൾ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൽ സ്ഥാപിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ അത്തരമൊരു കാര്യം ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് ഈ പറയുന്ന ട്രാക്കിൽ ഇത് ഘടിപ്പിക്കുന്നതിന് 50 ലക്ഷം രൂപ മാത്രമാണ് അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. പെർ കിലോമീറ്റർ 50 ലക്ഷം രൂപ. ആകെ ഉള്ളത് 68,000 കിലോമീറ്ററാണ് ഇന്ത്യൻ റെയിൽവേയുടെ ദൈർഘ്യം. അതിനാകെ ചെലവ് വരുന്നത് 34,000 കോടി രൂപയാണ് അതിൽ ചെലവ് വരുന്നത്. ആ ചെലവ് വരുന്ന സംവിധാനം 2016 ആരംഭിച്ച് 2024 എത്തി നിൽക്കുന്ന അതിൻ്റെ ഒരു പ്രോഗ്രസ് എടുത്ത് നോക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി 46 കൊല്ലമെടുക്കും എന്നതാണ് സത്യം. അതോടൊപ്പം റെയിൽവേക്ക് ആകെ സ്വന്തമായുള്ള എഞ്ചിനുകളുടെ എണ്ണം 15,200 ഈ 15,200 എഞ്ചിനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ RFID റീഡ് ചെയ്യുന്നതിനൊരു കമ്പ്യൂട്ടർ അടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവ് ഏതാണ്ട് 70 ലക്ഷം രൂപയാണ് ഒരു എഞ്ചിന്. എന്ന് പറയുമ്പോൾ അതിനാകെ വരുന്ന ചിലവ് 10,640 കോടി രൂപയാണ് അതിനാകെ വേണ്ടി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 64,000 കിലോമീറ്ററിൽ ഇന്ത്യൻ റെയിൽവേ ഇതുവരെ കവച് സ്ഥാപിച്ചത് 1,465 കിലോമീറ്ററിലാണ്. എഞ്ചിനുകളുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ ഈ 15,200 എഞ്ചിനുള്ളതിൽ വെറും 139 എഞ്ചിനിൽ മാത്രമാണ്
ഈ സംവിധാനം സ്ഥാപിച്ചത്. ഈ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇത് മുഴുവൻ സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് 100 വർഷമെടുക്കും. എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിൽ സ്ഥാപിക്കുന്നതിന് 46 കൊല്ലവും എഞ്ചിനിൽ സ്ഥാപിക്കുന്നതിന് ഈ പറയുന്ന 100 വർഷവും. അത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടോ അത്തരം കാര്യങ്ങൾ കൊണ്ടോ അല്ല എന്നതാണൊരു സത്യസന്ധമായ കാര്യം. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ 2025 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഔട്ട്ലേ എന്ന് പറയുന്നത് 2,52,000 കോടി രൂപയാണ്. 2,52,000 കോടി രൂപ. ഈ 2,52,000 കോടി രൂപയിൽ ഈ പറയുന്ന സംവിധാനം സ്ഥാപിക്കുന്നതിന് ആകെയാകുന്നത് ഏതാണ്ട് 45,000 കോടി രൂപയാണ്. അതായത് ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ വെറും 2% മാത്രമാണ് ഇതിന് വേണ്ടി വരുന്നത്. ഈ സംവിധാനം നിലവിൽ വന്നാൽ ട്രെയിൻ കൊളീഷൻ പൂർണ്ണമായി ഇല്ലാതാവും. ഒരിക്കലും കൂട്ടിയിടി ഉണ്ടാവില്ല. ഈ ഒരു വർഷം 80 പേർ മരിക്കുന്നത് പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അത് നടപ്പിലാക്കാൻ കാണിക്കുന്ന ഉദാസീനത, മെല്ലെപ്പോക്ക് എന്ന് പറയുന്നത് അത് കേവലം ഒരു അബദ്ധവശാൽ സംഭവിക്കുന്നതല്ല, ആസൂത്രിതമാണ്. കാരണം ഇന്ത്യൻ റെയിൽവേയും വിൽക്കണം. ആ ഇന്ത്യൻ റെയിൽവേ വിൽക്കണമെങ്കിൽ ജനങ്ങൾ അതിനോട് ഒരു ഇഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ ഇഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം? തുടരെ അപകടങ്ങൾ ഉണ്ടാവണം, പലതരം പ്രയാസങ്ങൾ ഉണ്ടാകണം. ഇത് വളരെ ഫൈൻ ട്യൂണായി പ്രവർത്തിച്ചാൽ ആളുകൾ ചോദിക്കൂലേ എന്തിനാണിത് വിൽക്കുന്നതെന്ന്? അതിനുള്ള സാഹചര്യം ഒരുക്കലാണ്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തിലെ പല നേതാക്കളും എല്ലായിടവും നടന്ന് ഇതെല്ലാം വിൽക്കുന്നേ എന്ന് പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും തങ്ങളുടെ വിദ്വേഷ പ്രത്യയശാസ്ത്രത്തിന് ഇണങ്ങുന്നതാണ് ഈ നേതാക്കളുടെ നടപടികൾ എന്നതുകൊണ്ട് മാത്രം ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചു മാന്യമായി ഒരു അഫോർഡബിളായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ മുതലാളിമാർക്കായി വിറ്റ് ഇത്രയും വലിയൊരു സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ചൂഷണത്തെ കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.